ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ 6ാമത്തെ സിനിമയായ ബ്ലഡ് ലൈൻസ് കണ്ടു. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ എല്ലാ സിനിമയിലെ പോലെ തന്നെ വ്യത്യസ്ത തരത്തിലാണ് ആളുകൾ മരിക്കുന്നത് ഈ സിനിമയിൽ. ഇത്രയും വ്യത്യസ്തമാക്കി അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ അവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് തന്നെ ആളുകൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് മരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് എല്ലാ ഫിലിംസും നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ സിനിമ കാണാനും പോയത്. അപ്പോൾ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് തന്നെ അടിപൊളിയായിരുന്നു. ശരിക്കും നമുക്ക് കൊടുത്ത കാശ് മുതലായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സീക്വൻസ് ആയിരുന്നു. ആ ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റോറിയിലേക്ക് വരുന്നുണ്ട്. ഒരു ഭേദപ്പെട്ട സ്റ്റോറി തന്നെയാണ് സിനിമയ്ക്കുള്ളത്. നോർമലി ആക്ഷൻ മൂവീസിന് ആക്ഷൻ ഒരു സൈഡിലും സ്റ്റോറി വേറൊരു സൈഡിലും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമൊക്കെ. പക്ഷേ ഇതിൽ സ്റ്റോറി ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമ പോകുമ്പോൾ ഓരോ റെഗുലർ ഇന്റർവെല്ലിലും ഓരോ മരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ആളുകൾ മരിക്കുക. ഒരു മരണമാസ് സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും ഫൈനൽ ഡെസ്റ്റിനേഷനെ. കാരണം മരണം നല്ല മാസായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ അടിപൊളി ഒരു മരണമാസ് പടം തന്നെയായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ. മൊത്തത്തിൽ പടം നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തികച്ചും ഇഷ്ടപ്പെടാവുന്ന ഒരു പടം തന്നെയാണ് ബ്ലഡ് ലൈൻസ്.